ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ ഫസ്റ്റ് പാർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ കുറച്ച് പ്രോബ്ലംസും ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ബാലൻസ് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ ഒരു മൂല്യം മറ്റൊന്നിൻ്റെ ഇരട്ടിയാണെങ്കിൽ എയുടെ വില എത്ര? ക്വസ്റ്റ്യൻ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് തനിയൊന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3a മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0. ഇതിനകത്ത് എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു റൂട്ട് മറ്റതിൻ്റെ ഇരട്ടിയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. റൂട്ട്സ് നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു റൂട്ട് മറ്റൊന്നിൻ്റെ ഇരട്ടിയാണെന്ന് പറഞ്ഞാൽ ഒരു റൂട്ട് ആൽഫയാണെങ്കിൽ മറ്റേത് എന്തെടുത്തു? 2 ആൽഫ എടുക്കുന്നു. ഓക്കെ, ഒരു റൂട്ടിൻ്റെ ഇരട്ടി മറ്റൊന്നെന്ന് പറയുമ്പോൾ ഒന്ന് ആൽഫയാണെങ്കിൽ അടുത്ത് എന്തെടുക്കും? 2 ആൽഫ എന്നെടുക്കാം. ഓക്കെ, ദെൻ സം ഓഫ് റൂട്ട്സ്. ഓക്കെ, സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽഫയും 2 ആൽഫയാണ് റൂട്ടെങ്കിൽ സം എന്ന് പറയുന്നത് ആൽഫ പ്ലസ് 2 ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആൽഫ വരും. ഓക്കെ, അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ട്സ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സം ഓഫ് റൂട്ട്സ് ഫൈൻഡ് ചെയ്യാൻ മൈനസ് ബി ബൈ എ ആണ്. ഓക്കെ, മൈനസ് ബി ബൈ എ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്: 1 മൈനസ് 3a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. ഓക്കെ, മൈനസ് ബി ബൈ എ ആണ്. ഇവിടുത്തെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 3a മൈനസ് 1 ആണ് ബിയുടെ വാല്യൂ. മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് നേരെ റിവേഴ്സിൽ വരും, 1 മൈനസ് 3a വരും. ഓക്കെ, അതാണ് ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ എയുടെ വാല്യൂ എ എന്ന് പറയുന്നത് എന്താ? എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. ഓക്കെ, അങ്ങനെ 3 ആൽഫ ഈക്വൽ ടു നമുക്ക് ഈ ഒരു ടേം കിട്ടിയിട്ടുണ്ട്. ദെൻ ഇനി അടുത്തതായിട്ട് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ഇൻറ്റു 2 ആൽഫ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ സ്ക്വയർ സി ബൈ എ ആണ്. സിയുടെ വാല്യൂ ഇവിടെ എന്താ? 2 ആണ്. ഓക്കെ, അപ്പോൾ 2 ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ഇനി അതിന് ശേഷം ഫസ്റ്റ് ഇക്വേഷനെ സ്ക്വയർ ചെയ്തിട്ട് സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ഇക്വേഷൻ കണ്ടോ, അതായത് 3 ആൽഫ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 9 ആൽഫ സ്ക്വയർ വരും. സെക്കൻഡ് ഇക്വേഷൻ 2 ആൽഫ സ്ക്വയർ ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെ സ്ക്വയറിനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. നോക്കൂ, 9 ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആൽഫ സ്ക്വയർ, ആദ്യത്തെ ടേമിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 മൈനസ് 3a ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 ദി ഹോൾ സ്ക്വയർ വരും. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. പക്ഷേ 2 ഡിവിഷന് പോലെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കാം. എന്നിട്ട് 2 ആൽഫയുടെ വാല്യൂ ഉണ്ടല്ലോ, 2 ആൽഫ സ്ക്വയറിൻ്റെ ഈ വാല്യൂ ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതിയാൽ മതി. ഓക്കെ, കണ്ടിന്യൂസ് ഡിവിഷൻ വന്നാൽ എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് പകരം ഡിനോമിനേറ്ററിലുള്ള ടേമിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്യണം. ഇവിടെ ഇത് കോമൺ ആണ് അല്ലേ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് ഡിനോമിനേറ്ററിൽ ഒരു എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 എന്ന് വരും. ഓക്കെ, ദെൻ പിന്നെ അതുപോലെ തന്നെ 2 ആൽഫ സ്ക്വയറിലെ 2ഉം ഇവിടുത്തെ 2ഉം കട്ട് ചെയ്ത് പോവും. ഓക്കെ, ആൽഫ സ്ക്വയറും കട്ട് ചെയ്ത് പോവും. പിന്നെ ബാലൻസ് ഇവിടെ 9 വരും. ഓക്കെ, അപ്പോൾ 9 ഇൻറ്റു ഡിനോമിനേറ്ററിലുള്ള ഈ ടേം ഇങ്ങോട്ട് വന്നാൽ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 എന്നാവും, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3a ഹോൾ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് 2 കട്ട് ചെയ്ത് പോയി. ഇവിടെയാണെങ്കിൽ ആൽഫ സ്ക്വയറും കട്ട് ചെയ്ത് പോകുന്നു. ഇതിലെ ഒരു ടേം കട്ട് ചെയ്ത് പോയി. അങ്ങനെ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 3 എന്നാണ്. അത് 9ഉമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈക്വൽ ടു 1 മൈനസ് 3a ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് സോൾവ് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? 9 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 9a സ്ക്വയർ മൈനസ് 45a പ്ലസ് 27 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ 1 മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് 9a ഹോൾ സ്ക്വയർ മൈനസ് 6a എന്ന് കിട്ടും. ഓക്കെ, 1 സ്ക്വയർ 1, പിന്നെന്താ 3a സ്ക്വയർ എന്താ? 9a സ്ക്വയർ വരും.
-2 × 3 അല്ലേ, അതാണ് -6 എന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള 9a² നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ ബാലൻസ് എയുടെ ടേം സെപ്പറേറ്റ്, കോൺസ്റ്റൻറ്റ് ടേം സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ -45a റൈറ്റ് സൈഡിൽ പോയാൽ +45a ആകും. പിന്നെ റൈറ്റ് സൈഡിൽ -6a ഉണ്ട്. അപ്പോൾ 45a - 6a ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ 27 ഉണ്ട്. 1 ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയാൽ -27, 27 - 1 എന്നാകും. അതായത് 39a = 26. അങ്ങനെയാണെങ്കിൽ a = 26 / 39 ആണ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 2/3. അതായത് 13 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. 26ൽ 2 പ്രാവശ്യം ഉണ്ട്, 39ലാണെങ്കിൽ 3 പ്രാവശ്യം. അങ്ങനെ 2/3 എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 2x² - 7x + 5 = 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യങ്ങൾ ആൽഫ, ബീറ്റ ആയാൽ 1/α + 1/β = സെക്കൻഡ് ക്വസ്റ്റ്യൻ α/β + β/α = ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണെന്ന് നോക്കൂ. തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? 2x² - 7x + 5 = 0. ഓക്കെ, അതിൻ്റെ റൂട്ട്സ് ആണ് ആൽഫ, ബീറ്റ എന്ന് കരുതുക. ഓക്കെ, റൂട്ട്സ് ഏതാണ്? ആൽഫ, ബീറ്റ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്ത് വരും? സം ഓഫ് റൂട്ട്സ് ആൽഫ + ബീറ്റ ഈക്വൽ ടു -b/a ആണ്. ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ? 7 ആണ്. അപ്പോൾ 7/aയുടെ വാല്യൂ 2. ഓക്കെ, 7/2. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ × ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? c/a ആണ്. ദാറ്റ് ഈസ് 5/2. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ടുള്ള എന്താണ്? 1/α + 1/β ആണല്ലേ. അപ്പോൾ 1/α + 1/β എങ്ങനെയാണ് കണ്ടെത്തിയിരിക്കുന്നത് നോക്കിക്കോളൂ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ആൽഫ + ബീറ്റ / α/β എന്ന് വരും. ആൽഫ + ബീറ്റ ഇവിടെ എത്രയാണ്? 7/2. അതുപോലെ ആൽഫ, ബീറ്റ 5/2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് നമുക്ക് 7/5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 1/α + 1/β എന്ന് പറയുന്നത് 7/5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതിനകത്ത് തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? α/β + β/α ആണ് അല്ലേ. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അപ്പോൾ എന്താ വരുന്നത്? ന്യൂമറേറ്ററിൽ α² + β² എന്നാകും. ഡിനോമിനേറ്ററിലാണെങ്കിൽ ആൽഫ, ബീറ്റ. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിലുള്ള വാല്യൂസ് ഏതൊക്കെയാണ്? ആൽഫ + ബീറ്റ ഉണ്ട്, അതുപോലെ ആൽഫ × ബീറ്റയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ന്യൂമറേറ്ററിൽ α² + β² ആണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? ആൽഫ + ബീറ്റ (² - 2α/β). ഓക്കെ, a + b (² എക്സ്പാൻഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ a² + b² ഉണ്ട്. അങ്ങനെയാണെങ്കിൽ a + b (² - 2ab) ഉണ്ടല്ലോ, ആ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ഡിനോമിനേറ്ററിൽ ഒരു ആൽഫ, ബീറ്റ ഉണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള ആൽഫ + ബീറ്റയും അതുപോലെ ആൽഫ × ബീറ്റയുടെയും വാല്യൂസ് എല്ലാം ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 7/2 (² - 5/2 × 2 വരും /5/2. ഓക്കെ, ഇനി ചെയ്യാനുള്ളത് 7/2 (² എന്താണ്? 49/4 ആണ്. ഓക്കെ, 7² എടുക്കുന്നു, 49, 2² 4. ഓക്കെ, അങ്ങനെ 49/4 കിട്ടി. ഇവിടെ രണ്ടിലും ഇതിനകത്ത് 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഒരു 5 ഉണ്ട്. അതാണ് 49/4 - 5 എന്ന് എഴുതിയിട്ടുള്ളത്. ഡിനോമിനേറ്ററിലുള്ള 5/2 റൈറ്റ് സൈഡിൽ മുകളിലോട്ട് വന്നപ്പോൾ എന്തായി? 2/5 ആയി. × 2/5. ഓക്കെ, ഇവിടെ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 × 5 എന്താ? 20 ആണ്. അപ്പോൾ 49ൽ നിന്ന് 20 പോയാൽ 29/4 കിട്ടും. ഓക്കെ, ഇവിടെ എന്ത് വരും? 29/4 × 2/5. ഓക്കെ, ഇതിനകത്ത് 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് 2 പ്രാവശ്യം വരും. അങ്ങനെ 29 / 10 എന്ന് കിട്ടും ഫൈനൽ ആൻസർ. ഓക്കെ, α/β + β/α എന്ന് പറയുന്നത് 29 / 10 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x² - 5x + k = 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ ഒരു മൂല്യങ്ങൾ ആൽഫ, ബീറ്റ
ഓക്കെ, അതുപോലെ ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ആയാൽ കെ ഈക്വൽ ടു എത്ര? ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യങ്ങൾ തന്നിട്ടുണ്ട്. മൂല്യങ്ങൾ ആൽഫ ബീറ്റയാണെന്നും ആ മൂല്യങ്ങളുടെ വ്യത്യാസം 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് കെയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ നോക്കൂ. എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് കെ ഈക്വൽ ടു 0 ഇതാണ് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ സം ഓഫ് റൂട്ട്സ് എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ എന്താ വരുന്നത്? മൈനസ് ബി ബൈ എ. ഇവിടെ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്, സോറി -5 ആണ്. അപ്പോൾ മൈനസും കൂടി ചേർന്നിട്ട് +5 എന്നായിട്ട് മാറും. ഓക്കെ, ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആൽഫ ഇൻറ്റു ബീറ്റയാണ്, ദാറ്റ് ഇസ് സി ബൈ എ ആണ്. അപ്പോൾ സിയുടെ വാല്യൂ ഇവിടെ കെ ആണ്. ഓക്കെ, എയ്ക്ക് പകരം 1 ആണ്. അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽ ടു കെ എന്നും കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1 ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഈ റൂട്ട്സിൻ്റെ ഡിഫറൻസ് 1 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ആൽഫ മൈനസ് ബീറ്റ ഈക്വൽ ടു 1. ഇനി നമ്മളിവിടെ ആദ്യത്തെയും മൂന്നാമത്തെയും ഇക്വേഷനാണ് എടുക്കുന്നത്. അതായത് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ റൂട്ട്സിൻ്റെ സം ഉണ്ട് 5, അതിൽ റൂട്ട്സിൻ്റെ ഡിഫറൻസ് 1 ആണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ ആൽഫ കണ്ടെത്താം? ആൽഫ എന്ന് പറയുന്നത് സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്യുന്നു, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതുപോലെ ബീറ്റ ഫൈൻഡ് ചെയ്യാനായിട്ട് സമ്മും ഡിഫറൻസിൻ്റെയും ഡിഫറൻസ് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എപ്പോഴും ഏതൊരു രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും ഡിഫറൻസും ഉണ്ടെങ്കിൽ അതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് സമ്മും ഡിഫറൻസും കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 2 ചെയ്തതും, അതിലെ ചെറിയ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്തതായിരിക്കും. അങ്ങനെ നമുക്കിവിടെ ആൽഫയുടെ വാല്യൂ 3 എന്നും ബീറ്റയുടെ വാല്യൂ 2 എന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കിട്ടി. ഇനി നമുക്ക് ചോദിച്ചിരിക്കുന്നത് കെയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇത് സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്, കെയുടെ വാല്യൂ എന്താ? ആൽഫ ഇൻറ്റു ബീറ്റയാണ് അല്ലേ. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് തന്നെയാണ് കെയുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ റൂട്ട്സ് 3ഉം 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. then അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 6 വരും. ഓക്കെ, അപ്പോൾ കെയുടെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? 6 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ ഒരു മൂല്യം 4 ആകുന്നു. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്ന സമവാക്യത്തിൻ്റെ മൂല്യങ്ങൾ തുല്യമായാൽ ക്യൂ ഈക്വൽ ടു എത്ര? ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് 12 ഈക്വൽ ടു 0. അതിൻ്റെ ഒരു റൂട്ട് എന്താണ്? 4 ആണെന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ട് പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂട്ടിൻ്റെ വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? പിയുടെ വാല്യൂ ആദ്യം ഫൈൻഡ് ചെയ്യണം. എന്നിട്ട് ആ പിയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ദെൻ അതിനുശേഷം ഈ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഈക്വൽ റൂട്ട്സ് ആണ് അല്ലേ. ഈക്വൽ റൂട്ട്സ് മീൻസ് രണ്ടിനും സെയിം റൂട്ട് എന്നല്ല. ഈ എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു 0 എന്നതിൻ്റെ റൂട്ട്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഒന്ന് ആൽഫ ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കും? ആൽഫ തന്നെയായിരിക്കും. അതാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ നിന്നും ക്യൂയുടെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ്? ഒരു റൂട്ട് 4 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഒരു റൂട്ട് 4ഉം അടുത്ത റൂട്ട് ആൽഫ എന്ന് എടുക്കുന്നു. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ത് വരും? ആൽഫ ഇൻറ്റു 4 വരും. അതെങ്ങനെയാണ്? അത് 12 ആണല്ലേ. സി ബൈ എയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 12 എന്ന് കിട്ടും. ഓക്കെ, നോക്കൂ, ആൽഫ ഇൻറ്റു 4 ആണ് 12. അങ്ങനെയാണെങ്കിൽ ആൽഫ എന്ന് പറയുന്നത് 12/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൽഫയുടെ വാല്യൂ 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ സം ഓഫ് റൂട്ട്സ്, ആൽഫയും 4ഉം ആണ് റൂട്ട്സ് എങ്കിൽ അതിൻ്റെ സമ്മ് ആൽഫ പ്ലസ് 4. ഓക്കെ, ആൽഫ പ്ലസ് 4 ഈക്വൽ ടു എന്താ വരുന്നത്? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് സി ബൈ എ ആണ്. അത് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? 12 കിട്ടിയിട്ടുള്ളത്. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? ബി ബൈ എ ആണ് അല്ലേ. ഓക്കെ, മൈനസ് ബി ബൈ എ ആണ്. അതെന്ത് വരും? മൈനസ് പി എക്സ് എന്ന് കിട്ടും. ഓക്കെ, മൈനസ് പി എന്ന് കിട്ടും. ആൽഫ പ്ലസ് 4 ഈക്വൽ ടു മൈനസ് പി ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ പിയുടെ വാല്യൂ എന്താ വരുന്നത്? പിയുടെ വാല്യൂ -7. അതെങ്ങനെയാണ്? ആൽഫയുടെ വാല്യൂ 3ഉം കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പി ഈക്വൽ ടു എന്ത് വരുന്നത്? -7 എന്ന് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു റൂട്ട് തന്നിട്ടുണ്ട് 4, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ദെൻ ഈ പിയുടെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു, x² + px + q = 0 ആണ്. അതിൽ പിയുടെ സ്ഥാനത്ത് -7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² - 7x + q = 0 എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ റൂട്ട്സ് എങ്ങനെയാ, രണ്ടും ഈക്വൽ റൂട്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈക്വൽ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട്സ് ബീറ്റ എന്ന് എടുക്കാം. ബീറ്റ, ബീറ്റയാണ് രണ്ട് റൂട്ട്സ് എന്ന് കരുതുക. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സം എന്താ വരുന്നത്, ബീറ്റ + ബീറ്റ ദാറ്റ് ഈസ് 2 ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു -b/a. ഓക്കെ, ബിയുടെ വാല്യൂ ഇവിടെ എന്താ -7 ആണ്. -b എന്ന് പറയുമ്പോൾ 7 കിട്ടും. 7/1. ഓക്കെ, 7. 2 ബീറ്റയാണ് 7. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് എന്താ, 7/2. ഓക്കെ, 2 ബീറ്റ 7 ആണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് എന്ത് വരും, 7/2 വരും. ക്ലിയർ ആണല്ലോ. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ, β² ആണല്ലേ. ബീറ്റ ഇൻറ്റു ബീറ്റ, β² വരും. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഇതിൽ എന്താ, c/a. സിക്ക് വരെ ഇവിടെ q ആണ്. ഓക്കെ, അപ്പോൾ β² എന്ന് പറയുന്നത് q ആണ്. ബീറ്റയുടെ വാല്യൂ 7/2 ആണല്ലോ. ഓക്കെ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. ബീറ്റയ്ക്ക് വരെ 7/2 കൊടുക്കുമ്പോൾ β² എന്ത് വരും, 7/2². അതാണ് ഇവിടുത്തെ q എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ് q. ദാറ്റ് ഈസ് ഈക്വൽ ടു 49/4. ഓക്കെ, ക്വസ്റ്റ്യനിൽ ക്യൂയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എത്ര കിട്ടി, നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്, 49/4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. x² + px + q = 0 എന്ന ദ്വിമാന സമവാക്യത്തിൻ്റെ മൂല്യങ്ങൾ tan 30, tan 15 ആയാൽ 2 + q - p = എത്ര? ക്വസ്റ്റ്യൻ വ്യക്തമായല്ലോ. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാ, രണ്ട് റൂട്ട്സ് tan 30 tan 15 ആണ്. tan 30 വാല്യൂ നമുക്കറിയാം, പക്ഷെ tan 15 അറിയോ, ഇല്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. 30, 45, 60 ഇതിൻ്റെ വാല്യൂസ് എല്ലാം നമ്മൾ പഠിക്കും അല്ലേ, പക്ഷേ tan 15 വാല്യൂ ഒന്നും നമ്മൾ ബൈഹാർട്ട് പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 2 + q - pയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൽ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ, tan 30 tan 15 ആണല്ലേ റൂട്ട്സ്. അതിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ tan 30 + tan 15 = എന്താ, -b/a ആണ് അല്ലേ. അപ്പോൾ ഇതിൽ a എന്താണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്. ബിയുടെ വാല്യൂ എന്താ, ബിയുടെ സ്ഥാനത്ത് p ആണ്. അതുപോലെ സിയുടെ സ്ഥാനത്ത് എന്താ, q ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ -b/a ആണ്. ദാറ്റ് ഈസ് -p. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ, tan 30 × tan 15 അതെന്താ, c/a ആണ്. ദാറ്റ് ഈസ് q/1 q. ഓക്കെ, സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇനി നമുക്ക് ഫൈൻഡ് ചെയ്യാനുള്ളത് ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കൂ, 2 + q - p ആണ്. അപ്പോൾ ഇതിനകത്ത് ഈ പിയുടെയും ക്യൂയുടെയും വാല്യൂസ് ഉണ്ടല്ലോ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂസ് അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 2 + q വരും tan 30 × tan 15. ഇനി നോക്കൂ, -pക്ക് വരും ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് പ്ലസ് tan 30 + tan 15 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ സെക്കൻഡ് ടേം ഉണ്ടല്ലോ, tan 30 + tan 15 അതെന്ന് പറയുന്നത് 1 - tan 30 tan 15 ഈക്വൽ ആണ്. ഓക്കെ, tan 30 + tan 15 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, 1 - tan 30 × tan 15 ഈക്വൽ ആണ്. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. അതായത് tan of a + b = tan a + tan b / 1 - tan a tan b എന്നൊരു ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. tan of a + b = tan a + tan b / 1 - tan a tan b. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്ക് പകരം 30യും ബിക്ക് പകരം 15ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷനാണ് കിട്ടുന്നത്. tan 45 = tan 30 + tan 15 / 1 - tan 30 × tan 15. ഇതിൽ tan 45യുടെ വാല്യൂ അറിയാം, എത്രയാണ്, 1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, tan 30 + tan 15 എന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 × ഈ സെയിം ടേം ദാറ്റ് ഈസ് 1 - tan 30 tan 15 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിൽ നോക്കൂ, ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇത് രണ്ടും സെയിം ടേം അല്ല, അത് രണ്ടും കട്ട് ചെയ്ത് പോയാൽ പിന്നെ ബാലൻസ് എന്താണ്, 2 ഉണ്ട്.
ഇവിടെ ഒരു 1 ഉണ്ട് അല്ലേ, അങ്ങനെ 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, 2 + q - p യുടെ വാല്യൂ എന്താണ്? 3 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ, അത്രയേ ഉള്ളൂ.